Good morning, students. Welcome to today's class. Today we are discussing about some problems based on lattice structure. Okay, so FIR lattice structure and the problems are. So adine nammal main aayittu rendu parts undu. Okay, so the FIR lattice structure coefficients are നമ്മൾ പറഞ്ഞു K1, K2, K3, etc. Km minus 1 ആണ് lattice structure coefficients. Okay, the designing of FIR filter can be divided into two parts. ഈ FIR ഫിൽട്ടർ ഡിസൈനിങ് നമ്മൾ രണ്ട് പാർട്ടായിട്ട് നമ്മൾ ചെയ്യാം. നമ്മളിപ്പോൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു പ്രോബ്ലം ചെയ്തു. എന്താ K1, K2, K3 അല്ലേ, അത് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം നമ്മൾ ചെയ്തു. ഓക്കെ, ഓൾറെഡി അത് തന്നിട്ടുണ്ടെങ്കിൽ ഹൗ വി ആർ ഫൈൻഡിങ് ആൽഫ 1. ഓക്കെ, അതായത് കോഎഫിഷ്യൻസ് എങ്ങനെ കാണുന്നതെന്നുള്ളത് നമ്മൾ പഠിച്ചു, റൈറ്റ്? ഓക്കെ, ഇപ്പോൾ 3 സ്റ്റേജ് ആണെങ്കിൽ ആൽഫ 3 ഓഫ് 1, ആൽഫ 3 ഓഫ് 2, ആൽഫ 3 ഓഫ് 3 അങ്ങനെ എങ്ങനെയാണ്. പിന്നെ ആൽഫ 3 ഓഫ് 0 ഓൾവേസ് ഈക്വൽ ടു 1 ആയിരിക്കും. അങ്ങനെ അപ്പോൾ ആ ഒരു ആൽഫ 3 ഓഫ് 3, ആൽഫ 1 ഓഫ് 1, ആൽഫ 2 ഓഫ് 2, അതായത് ആൽഫ എം ഓഫ് എം, അതിനെയാണ് നമ്മൾ പറയുക K1, K2, K3 എന്ന് പറയാം. ഓക്കെ, അതാണ് എന്ത് കോഎഫിഷ്യൻസ്. അപ്പോൾ അത് രണ്ട് പാർട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് പാർട്ട് നമ്മൾ ആദ്യം കണ്ടത്. ഓക്കെ, ദ ലാറ്റിസ് ഫിൽട്ടർ കോഎഫിഷ്യൻ K1, K2, K3 വിൽ ബി ഗിവൺ. കൺവേർട്ട് ദീസ് കോഎഫിഷ്യൻസ് ഇൻ ടു ഡയറക്റ്റ് ഫോം FIR കോഎഫിഷ്യൻസ് യൂസിങ് ഇക്വേഷൻസ്. ഓക്കെ, അപ്പോൾ രണ്ട് പാർട്ട് ഉണ്ട്. ഫസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യനിൽ വന്ന പോലത്തെ, അതായത് നമ്മൾ K1, K2, K3 നമുക്ക് തന്നിട്ടുണ്ടാവും, അതായത് കോഎഫിഷ്യൻസ് തന്നിട്ടുണ്ടാവും. ഈ K1, K2, K3 യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് വേണ്ട കോഎഫിഷ്യൻസ്, അതായത് ആൽഫ ആൽഫ 1 ഓഫ് ആൽഫ 3 ആണെങ്കിൽ സ്റ്റേജ് 3 ആണെങ്കിൽ ആൽഫ 3 ഓഫ് 0, ആൽഫ 3 ഓഫ് 1, ആൽഫ 3 ഓഫ് 2, ആൽഫ 3 ഓഫ് 3 വരെ നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും, കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കേണ്ടി വരും. നമുക്ക് K1, K2, K3 തന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഫിൽട്ടർ കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, സോ അതെങ്ങനെ കാണുന്നതെന്ന് വെച്ചാൽ ആൽഫ എം ഓഫ് 0, അത് ആൽഫ എം ഏത് സ്റ്റേജ് ആണെങ്കിലും ആൽഫ എം ഓഫ് 0 K ഈക്വൽ ടു 0 ആകുമ്പോൾ ആ ഒരു വാല്യൂ ഈക്വൽ ടു 1 ആയിരിക്കും. ആൾസോ ഈ ഒരു ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുന്നത്. നമ്മൾ ചെയ്തതാണ്. ആൽഫ എം ഓഫ് എം ഇസ് ഈക്വൽ ടു കെ എം, അതായത് ആൽഫ 1 ഓഫ് 1 എന്ന് പറയുമ്പോൾ K1, ആൽഫ 2 ഓഫ് 2 പറയുമ്പോൾ K2, ആൽഫ 3 ഓഫ് 3 പറയുമ്പോൾ K3, അങ്ങനെ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇക്വേഷൻ, ഈ ആൽഫ എം ഓഫ് കെ, എമ്മും കെയും ഡിഫറെൻറ്റ് വാല്യൂസ് ആണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ആൽഫ എം മൈനസ് 1 ഓഫ് കെ പ്ലസ് ആൽഫ എം ഓഫ് എം ഇൻറ്റു ആൽഫ എം മൈനസ് 1 ഓഫ് എം മൈനസ് കെ. ഓക്കെ, ഈ ഒരു ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് K1, K2, K3 എന്നുള്ള കോഎഫിഷ്യൻസ് തന്നാൽ നമുക്ക് ഡയറക്റ്റ് ഫ്രോം FIR കോഎഫിഷ്യൻസിൻ്റെ, അതായത് ഇക്വേഷൻ്റെ കോഎഫിഷ്യൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, റൈറ്റ്? അത് ഒരു മോഡൽ. ഇത് നമുക്ക് ഓൾറെഡി ഇക്വേഷൻസ് നമുക്ക് തന്നാൽ ആ ഇക്വേഷൻ്റെ കോഎഫിഷ്യൻ്റിൽ നിന്ന് നമുക്ക് ഈ കോഎഫിഷ്യൻസ്, അതായത് ലാറ്റിസ് ഫിൽട്ടർ കോഎഫിഷ്യൻസ് കാണാൻ പറ്റും. നേരെ റിവേഴ്സ്, ദാറ്റ് ഈസ് ടു ഡിസൈൻ എ ലാറ്റിസ് ഫിൽട്ടർ വെൻ ഡയറക്റ്റ് FIR ഫിൽട്ടർ കോഎഫിഷ്യൻസ് ആർ ഗിവൺ, ദ ഇക്വേഷൻ യൂസ്ഡ് ആർ. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു നമുക്ക് ലാറ്റിസ് കോഎഫിഷ്യൻസ് K1, K2 തന്നാൽ നമ്മുടെ ഇക്വേഷൻ, ഡയറക്റ്റ് ഫോം ഇക്വേഷന്റെ കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കുന്നത്. സെക്കൻഡ് കേസ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ തന്നിട്ടുണ്ടാവും. ഓക്കെ, ആ ഒരു ഇക്വേഷൻ, ലാറ്റിസ് ഫോമിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ടാവും. ആ ഒരു ഡയറക്റ്റ് FIR ഫിൽട്ടർ ഇക്വേഷൻസ്, ആ ഫിൽട്ടർ കോഎഫിഷ്യന്റ് യൂസ് ചെയ്തിട്ട് ഈ K1, K2, K3 എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നാണ് നെക്സ്റ്റ് പാർട്ട്. ദാറ്റ് ഈസ് ആൽഫ എം മൈനസ് 1 ഓഫ് 0. അവിടെ അതുപോലെ തന്നെ എം മൈനസ് 1 ഓഫ് 0 എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 1 ആണ്. ആൾസോ കെ എം എന്ന് പറഞ്ഞാൽ ആൽഫ എം ഓഫ് എം. ഇവിടെ ആൽഫ എം മൈനസ് 1 ഓഫ് കെ, ആൽഫ എം മൈനസ് 1 ഓഫ് 0, കെ ഈക്വൽ ടു 0 ആകുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു 1. ആൽഫ എം മൈനസ് 1 ഓഫ് കെ എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ആൽഫ എം ഓഫ് കെ minus alpha m of m into alpha of m minus k by 1 minus alpha m of m the whole square, right? So 1 minus alpha m of m whole square. Okay, so ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ എമ്മിൻ്റെ കെൻ്റെ വാല്യൂ ഡിഫറെൻ്റ് ആയിട്ടുള്ള വാല്യൂസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ആൽഫ എം മൈനസ് 1 ഓഫ് കെ കണ്ടുപിടിക്കുന്നത്, ആൽഫ എം മൈനസ് 1 ഓഫ് 0 എന്ന് കണ്ടുപിടിക്കുക ഈക്വൽ ടു 1 ആണ്. സോ ഇത് രണ്ട് റിവേഴ്സ്, രണ്ട് പാർട്ടിൽ നമുക്ക് ലാറ്റിസ് ഫോം കണ്ടുപിടിക്കാം. ഫസ്റ്റ് നമുക്ക് K1, K2, അതായത് ലാറ്റിസ് സ്ട്രക്ചറിന്റെ കോഎഫിഷ്യൻസ് K1, K2 നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ സ്ട്രക്ചറിന്റെ കോഎഫിഷ്യൻസ് എന്ന് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ കോഎഫിഷ്യൻസിനെ എങ്ങോട്ട് ഡയറക്റ്റ് ഫോം FIR ഫിൽട്ടർ ഇക്വേഷൻസ് ആയിട്ട് ആ ഫിൽട്ടർ ഇക്വേഷന്റെ കോഎഫിഷ്യന്റ് നമ്മൾ കണ്ടുപിടിക്കാം. ദെൻ നെക്സ്റ്റ് നമുക്ക് ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് FIR ഫിൽട്ടറിന്റെ സ്ട്രക്ചർ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാം. ഓക്കെ, ഇത് രണ്ടിന്റെ ബേസ് ചെയ്തിട്ട് രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നെക്സ്റ്റ് ആയി ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് പാർട്ടിന് ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ്. അതായത് നമുക്ക് കോഎഫിഷ്യന്റ് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ഇക്വേഷന്റെ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാം. ഓക്കെ, ലാറ്റിസ് സ്ട്രക്ചറിന്റെ കോഎഫിഷ്യന്റ് തന്നാൽ ഇക്വേഷന്റെ കോഎഫിഷ്യന്റ് എങ്ങനെ കണ്ടുപിടിക്കാം. ഓക്കെ, let the coefficient of a three-stage FIR lattice structure be K1 equal to 0.1, K2 equal to 0.2 and K3 equal to 0.3. Find the coefficient of direct form FIR filter. Direct form FIR filter coefficient, അതായത് ഇക്വേഷന്റെ കോഎഫിഷ്യന്റ് ആണ് കാണേണ്ടത്, റൈറ്റ്?
So here already given m equal to 3. So m equal to 3 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ കാണേണ്ടത്? Alpha m of k അല്ലേ. So alpha 3 of 0, alpha 3 of 1, alpha 3 of 2, alpha 3 of 3. ഇത്രയാണ് നമുക്ക് കാണേണ്ടത്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ്റെ കോഎഫിഷ്യൻസ്, റൈറ്റ്. m equal to 3 ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന FIR ഫിൽറ്ററിന്റെ കോഎഫിഷ്യന്റ് ആണ് ആൽഫ 3 of 0, alpha 3 of 1, alpha 3 of 2, alpha 3 of 3. അതായത് kന്റെ വാല്യൂ വാരീസ് ഫ്രം 0 to 3. സോ വി നോ ദാറ്റ് ആൽഫ 3 of 3 ഈക്വൽ ടു 1 ആണെന്നറിയാം. ഓക്കെ, ആൻഡ് ആൾസോ ആൽഫ 3 of 0 ഈക്വൽ ടു 1 ആണെന്നറിയാം. ആൾസോ ഇവിടെ k1 എന്ന് പറഞ്ഞാൽ ആൽഫ 1 of 1 ആണ്, k2 എന്ന് പറഞ്ഞാൽ ആൽഫ 2 of 2 ആണ്, റൈറ്റ്. ആൻഡ് k3 എന്ന് പറയുമ്പോൾ ആൽഫ 3 of 3 ആണ്. സോ വി നോ we have alpha 3 of 3 equal to k3 equal to 0.3, right? So alpha 1 of 1 എന്ന് പറഞ്ഞാൽ k1, that is 0.1, alpha 2 of 2 പറഞ്ഞാൽ k2, that is 0.2, and alpha 3 of 3 പറഞ്ഞാൽ k3, that is 0.3, right? ഇനി നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കേണ്ട ആൽഫ 3 of 1 ഉം ആൽഫ 3 of 2 ആണ്. ഓക്കെ, കോഎഫിഷ്യൻസ്. നൗ ജനറലി ഈ കോഎഫിഷ്യൻസ് കാണാനുള്ള ഇക്വേഷൻ ആണ് ആൽഫ എം ഓഫ് കെ is equal to alpha m minus 1 into k plus alpha m of m into alpha m minus 1 into m minus k, right? സോ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഇത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ആൽഫ 3 of 1 ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്, അല്ലേ? ആൽഫ 3 of 1 കണ്ടുപിടിക്കാം. സോ ആൽഫ 3 of 1 ഈ ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ വി ഗെറ്റ് ആൽഫ 3 of m ഈക്വൽ ടു 3യും k ഈക്വൽ ടു 1 ആണ്. സോ ആൽഫ 3 of 1 is equal to m ഈക്വൽ ടു 3 ആണ്. സോ ആൽഫ 2 of 1 പ്ലസ് ആൽഫ 3 of 3 പ്ലസ് ആൽഫ 2 of 2. അങ്ങനെയാണ് ആൽഫ 3 of 1 കിട്ടുന്നത്. സോ ഇതിൽ നിന്ന് ആൽഫൻ്റെ വാല്യൂ എമ്മിൻ്റെ വാല്യൂ m ഈക്വൽ ടു 3യും k ഈക്വൽ ടു 1 കൊടുത്താൽ വി ഗെറ്റ് ആൽഫ 3 of 1 is equal to, that is ആൽഫ 3 of 1 is equal to m minus 1 എന്ന് പറയുമ്പോൾ ആൽഫ 2 of 1. സോ ആൽഫ 2 of 1 നമുക്ക് അറിയില്ല. സോ നമുക്ക് ആൽഫ 2 of 1 കാണാം. ആൽഫ 3 of 1 എന്ന് പറഞ്ഞാൽ ആൽഫ 2 of 1 പ്ലസ് ആൽഫ 3 of 3 ഇൻറ്റു ആൽഫ 2 of 2. ഇതാണ് നമുക്ക് m ഈക്വൽ ടു 3യും k ഈക്വൽ ടു 1ഉം കൊടുത്താൽ കിട്ടുന്ന ഇക്വേഷൻ. ഓക്കെ, സോ ഫ്രം ഹിയർ ആൽഫ 2 of 1 നമുക്ക് അറിയില്ല. സോ ആൽഫ ഈ ഒരു ഇക്വേഷന് നമുക്ക് ആൽഫ 2 of 1 കാണാം, റൈറ്റ്. സോ m ഈക്വൽ ടു 2ഉം k ഈക്വൽ ടു 1 കൊടുത്താൽ ആൽഫ 2 of 1 ഈക്വൽ ടു m ഈക്വൽ ടു 2 ആണ്. സോ 2 മൈനസ് 1 വി ഗെറ്റ് 1. സോ ആൽഫ 1 of 1 പ്ലസ് ആൽഫ 2 of 2 ഇൻറ്റു ആൽഫ 1 of 1, റൈറ്റ്. അങ്ങനെ കിട്ടും ആൽഫ 2 of 1 കിട്ടാൻ. സോ ആൽഫ 1 of 1 വി ഹാവ് 0.1 പ്ലസ് ആൽഫ 2 of 2 ആണ് 0.2 ഇൻറ്റു ആൽഫ 1 of 1 0.1. So 0.1 plus 0.2 into 0.1. So 0.2 into 0.1 is 0.02 plus 0.1, that is 0.12 എന്ന് കിട്ടി. ആൽഫ 2 of 1. ഇനി ഈ ഇക്വേഷനിലോട്ട് ഡയറക്റ്റ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ആൽഫ 3 of 1 is equal to ആൽഫ 2 of 1 is 0.12 plus 0.3 into 0.2. Okay, so 0.12 plus 3.3 into 0.2 is 0.06 കിട്ടും. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ വി ഗെറ്റ് 0.16 plus 2 8. So 0.18 കിട്ടി. സോ ആൽഫ 3 of 1 കിട്ടി. ദെൻ നെക്സ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആൽഫ 3 of 2 ആണ്, റൈറ്റ്. ആൽഫ 3 of 2 കാരണം m ഈക്വൽ ടു 3 ആൻഡ് k ഈക്വൽ ടു 2. സോ ഹിയർ m ഈക്വൽ ടു 3യും k ഈക്വൽ ടു 2 കൊടുത്തു. സോ ആൽഫ 3 of 2 is equal to ആൽഫ m ഈക്വൽ ടു 3 ആണ്. സോ ആൽഫ 2 of 2 പ്ലസ് ആൽഫ 3 of 3 ഇൻറ്റു ആൽഫ 2 of 3 minus 2 2 of 1. ഓക്കെ, ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത്, റൈറ്റ്. m ഈക്വൽ ടു 3യും k ഈക്വൽ ടു 2 എന്ന് കൊടുത്താൽ ആൽഫ 2 of 2 നമുക്കറിയാം 0.2 പ്ലസ് ആൽഫ 3 of 3 ആണ് 0.3 ഇൻറ്റു ആൽഫ 2 of 1 എന്തായിരുന്നു? 2 of 1 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് 0.12. ഓക്കെ, സോ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി ഗെറ്റ് ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.036, ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ 0.236 എന്ന് കിട്ടും. സോ ആൽഫ 3 of 2 നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് എല്ലാ കോഎഫിഷ്യൻസും കിട്ടി. അപ്പോൾ k1 k2 k3 എന്നുള്ള ഒരു കോൺസ്റ്റന്റ് നമുക്ക് തന്നപ്പോൾ കോഎഫിഷ്യൻ ലാറ്റിസ് സ്ട്രക്ചർ കോഎഫിഷ്യന്റ് നമുക്ക് തന്നപ്പം നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് ഇക്വേഷൻ ഡയറക്റ്റ് ഫോം ഇക്വേഷൻ്റെ ഫിൽട്ടർ ഇക്വേഷൻ്റെ കോഎഫിഷ്യൻസ് കിട്ടി. ദാറ്റ് ഈസ് ആൽഫ 3 of 0 equal to 1, alpha 3 of 1 equal to 0.18, alpha 3 of 2 equal to 0.236 and alpha 3 of 3 0.3. Okay. Then second part നമ്മൾ പറഞ്ഞത് ഇക്വേഷൻ തന്നാൽ അതിന് എങ്ങനെയാണ് ലാറ്റിസ് സ്ട്രക്ചർ കാണാന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The FIR filter is given by y of n is equal to x of n plus 3.1 x of n minus 1 plus 5.5 x of n minus 2 plus 4.2 x of n minus 3 plus 2.3 x of n minus 4
സ്കെച്ച് ദ ലാറ്റിസ് സ്ട്രക്ചർ ഓഫ് FIR ഫിൽട്ടർ. FIR ഫിൽറ്ററിന്റെ ലാറ്റിസ് സ്ട്രക്ചർ സ്കെച്ച് ചെയ്യാനാണ് പറഞ്ഞത്. അതായത് നമുക്ക് ഇതിൽ നിന്ന് ആദ്യം എന്ത് കണ്ടെടുക്കണം? ലാറ്റിസ് കോഎഫിഷ്യന്റ് ആയിട്ടുള്ള K1 K2 കാണണം. അതിന് ആദ്യം ഇത് ഏതാ സ്റ്റേജ് നോക്കണം. ഓക്കെ, ഇവിടെ x(n-4) വരെ ഉണ്ട്. സോ ഇത് 4th സ്റ്റേജ്. സോ ഹിയർ m = 4. m = 4 ആകുമ്പോൾ എത്ര ലാറ്റിസ് സ്ട്രക്ചർ കോഎഫിഷ്യൻസ് ഉണ്ടാവും? 4 കോഎഫിഷ്യൻസ് ഉണ്ടാവും. ദാറ്റ് ഈസ് വി ഹാവ് ടു ഫൈൻഡ് K1 K2 K3 ആൻഡ് K4. ഇതിന്റെ z ട്രാൻസ്ഫോം കാണുമ്പോൾ വി ഗെറ്റ് y of z is equal to x of n നെ x of z plus 3.1 z inverse x of z plus 5.5 z minus 2 x of z plus 4.2 z minus 3 x of z plus 2.3 z minus 4 x of z, right? So here m equal to 4 ആണ്. And here from here y of z ഇതിൽ നിന്ന് x of z നെ പുറത്തെടുത്ത് നമുക്ക് ഇങ്ങോട്ട് കൊടുക്കാം. അങ്ങനെയാണ് നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കിട്ടുന്നത്. So y of z by x of z, that is h of s is equal to 1 plus 3.1 z inverse plus 5.5 z minus 2 plus 4.2 z minus 3 plus 2.3 z minus 4, right? ഈ ഒരു ഫോമാറ്റിൽ കിട്ടി. Okay, z minus 4 എന്ന് വരെ ഉണ്ടായതുകൊണ്ട് we know that from the transfer function here m equal to, that is number of stage, m equal to 4. So from the transfer function, ഈ ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇതൊരു ഇക്വേഷൻ ആണ് അല്ലേ? സോ ഇക്വേഷൻ m equal to 4 ആകുമ്പോൾ ദിസ് ഇസ് ആൽഫ, ഈ ഒരു ടേം പറയുമ്പോൾ ആൽഫ 4 of 0, ദിസ് ഇസ് ആൽഫ 4 of 1, ഓക്കെ, ദിസ് ഇസ് ആൽഫ 4 of 2, ദിസ് ഇസ് ആൽഫ 4 of 3 ആൻഡ് ദിസ് ഈസ് ആൽഫ 4 of 4. So here alpha 4 of 4 equal to K4 which is equal to 2.3. ഇതാണ് നമ്മുടെ FIR ഫിൽറ്ററിന്റെ കോഎഫിഷ്യൻസ്. ഈ കോഎഫിഷ്യന്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം? K1 K2 കാണണം. സോ ഹിയർ ആൽഫ 4 of 4 is 2.3, that is K4. Then this is alpha 4 of 3, that is 4.2. This is alpha 4 of 2, that is 5.5. This is alpha 4 of 1, this is 3.1, and this is alpha 4 of 0, that is 1. Okay, so ഈ വാല്യൂസ് ഒക്കെ കിട്ടി. From the general equation we have alpha m of m equal to k, right? So നമുക്ക് ഇത് ഇത്രയാണ് നമുക്ക് കാണേണ്ടത്. K1 to K4 കാണണം. സോ K4 ഓൾറെഡി അറിയാം, ആൽഫ 4 of 4 ആണ്. നമുക്ക് K1 K2 K3 കാണണം. സോ K1 we know this ആൽഫ 1 of 1, ആൽഫ 2 of 2, ആൽഫ 3 of 3. ഇത്ര വാല്യൂസ് ആണ് നമുക്ക് കാണേണ്ടത് ഫ്രം ദീസ് വാല്യൂസ്, റൈറ്റ്? ടു ഫൈൻഡ് K3, ഇനി നമുക്ക് ഫസ്റ്റ് നമുക്ക് K4 അറിയാം. ഇനി നമുക്ക് നേരെ ഡയറക്റ്റ് നമുക്ക് K3 കാണാം. K3 എന്ന് പറയുമ്പോൾ ആൽഫ 3 of 3 ആണ് നമുക്ക് കാണാനുള്ളത്, റൈറ്റ്? സോ ഇൻ ഓർഡർ ടു ഫൈൻഡ് K3 നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ ആ ഇക്വേഷൻ പറഞ്ഞിട്ട് സെക്കൻഡ് പാർട്ടിൽ ചെയ്ത ഇക്വേഷന് ആൽഫ m minus 1 of k equal to alpha m of k minus alpha m of m into alpha m of m minus k by 1 minus alpha m of m square, right? So ഇതിൽ നിന്ന് നമ്മൾ we have to find K3 കാണണം. സോ K3 എന്ന് പറയുമ്പോൾ ആൽഫ 3 of 3 ആണ്. സോ ഹിയർ m equal to 3 and k equal to, sorry, ഓക്കെ, K3 എന്ന് പറഞ്ഞാൽ ആൽഫ 3 of 3 ആണ്. അപ്പോൾ എമ്മിന്റെ വാല്യൂ 3യും കെന്റെ വാല്യൂ 3 ആണ്. സോ നമുക്ക് ഈ എം പറയുമ്പോൾ ഇവിടെ സ്റ്റേജ് 4 ആണ്. സോ വി ഹാവ് ഹിയർ എം ഈക്വൽ ടു 4 ആൻഡ് കെ ഈക്വൽ ടു 3. ഓക്കെ, കെന്റെ വാല്യൂ 3, കാരണം K3 ആണ് നമുക്ക് കാണേണ്ടത്. സോ കെ ഈക്വൽ ടു 3യും എം സ്റ്റേജ് ഓൾറെഡി 4, എം ഈക്വൽ ടു 4 ആകുമ്പോഴുള്ള വാല്യൂസ് കാണാം. സോ ഈ ഒരു ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ എം ഈക്വൽ ടു 4 ആണ്. സോ 4 minus 1 is 3. So alpha 3 of k equal to 3. So alpha 3 of 3 is equal to alpha. Okay, divided by 1 minus alpha 4 of 4 square. ഇങ്ങനെ കിട്ടി, റൈറ്റ്? ഇനി ആൽഫ 4 of 3, ആൽഫ 4 of 3 നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. സോ ആൽഫ 4 of 3 എന്ന് പറഞ്ഞാൽ 4.2 ആണ് ഇക്വേഷൻ. ആൽഫ 4 of 1, ആൽഫ 4 of 2, ആൽഫ 4 of 3 ഒക്കെ അറിയാം. ആൽഫ 4 of 3 is 4.2. സോ ഈ ആൽഫ 4 of 3ക്ക് പകരം 4.2 എഴുതി. മൈനസ് ആൽഫ 4 of 4 we know that it is 2.3 and alpha 4 of 1 it is 3.1 divided by 1 minus alpha 4 of 4 എന്ന് പറയുമ്പോൾ 2.3 ആണ്. സോ 2.3 all square, right? ഇതിന് വാല്യൂ കൊടുക്കുമ്പോൾ 2.3 into 3.4 we have 7.12 by 1 minus 2.3 all square നമുക്ക് കിട്ടും -4.29. സോ ഇത് രണ്ട് സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ we get minus 2.92 by minus 4.29. So minus cancel either we get, and also divided by
2.92 by 4.29 we get 0.68. Okay, so alpha 3 of 3 നമുക്ക് കിട്ടി 0.68. അപ്പോൾ K3 ന്റെ വാല്യൂ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് കാണേണ്ട വാല്യൂ ആണ് K2. So in order to find K2 we have K2 equal to alpha 2 of 2. So K3 കിട്ടി, ഇനി K2 ഉം K1 കിട്ടിയാൽ മതി. സോ K2 ആണ് നെക്സ്റ്റ് കിട്ടേണ്ടത്. അപ്പോൾ കമ്പയറിങ് ആൽഫ 2 of 2 to alpha minus 1 K, അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ we have നമ്മൾ എമ്മിൻ്റെ വാല്യൂ 4 ആക്കി തന്നെ എടുക്കാം. സോ നമുക്ക് എം ഈക്വൽ ടു 4 എടുത്തു, ആൻഡ് കെൻ്റെ വാല്യൂ ഹിയർ ആൽഫ 2 of 2 ആയതുകൊണ്ട് K ഈക്വൽ ടു 2 എന്ന് കൊടുത്തു. എന്നിട്ട് സെയിം ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ വി ഗെറ്റ് ആൽഫ m minus 1 ആണ്. ഹിയർ m ഈക്വൽ ടു 4 ആണ്. സോ 4 minus 1 is 3. സോ ആൽഫ 3 of 2 is equal to m ആണ്. m ഈക്വൽ ടു 4 ആണ്. സോ ആൽഫ 4 of 2 minus ആൽഫ 4 of 4 into ആൽഫ 4 of m minus k. So 4 minus 2 that is 2 divided by 1 minus alpha 4 of 4 all square. So alpha 4 of 2 എന്നുള്ളത് നമുക്ക് already തന്നിട്ടുണ്ട്, that is 5.5 minus 2.3 into 5.5 all divided by n minus 2.3 the whole square. So ഇത് simplify ചെയ്യുമ്പോൾ we get 1.66 എന്ന് കിട്ടും. Okay, so this is the value of alpha 3 of 2. നമുക്ക് കാണേണ്ടത് alpha 2 of 2 ആണ്. So this is the value of alpha 3 of 2. ഓക്കെ, ഇനി നമുക്ക് എം ഈക്വൽ ടു 4ഉം കെ ഈക്വൽ ടു 1 എന്നുള്ള വാല്യൂ കാണാം. ഓക്കെ, ഇതൊക്കെ കണ്ടാലാണ് നമുക്ക് അതിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ K2 കൊടുക്കണമെങ്കിൽ. സോ എം ഈക്വൽ ടു 4 ആൻഡ് കെ ഈക്വൽ ടു 1 കയറുന്ന കേസ്, ഇവിടെ എം ഈക്വൽ ടു 4 കെ ഈക്വൽ ടു 2, എം ഈക്വൽ ടു 4 കെ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ കേസ്, ദാറ്റ് ഇസ് ആൽഫ 3 of 1 which is equal to ആൽഫ 4 of 1, that is m ഈക്വൽ ടു 4 ആണല്ലോ. സോ ആൽഫ 4 of 1 minus alpha 4 of 4 into alpha 4 of m minus k. So 4 minus 1 that is 3, that is alpha 4 of 3 by 1 minus alpha 4 of 4 all square. So alpha 4 of 1 എന്ന് പറയുമ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് 3.1 minus this is 2.3 into 4.2 divided by 1 minus, okay, this value 2.3 the all square ആണ്, that is minus 4.29 തന്നിട്ടുണ്ട്. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ we get alpha 3 of 1 is 1.529. alpha 3 of 1 1.529 ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇപ്പോൾ നമുക്ക് കണ്ട ഇന്റർമീഡിയറ്റ് വാല്യൂസ് കണ്ടു. K2 കാണാൻ നമുക്ക് വേണ്ട വാല്യൂസ് ആണ് K ഈക്വൽ ടു 2ഉം എം ഈക്വൽ ടു 4ഉം, അതുപോലെ തന്നെ K ഈക്വൽ ടു 1ഉം എം ഈക്വൽ ടു 4ഉം. ഇനി നമുക്ക് ആൽഫ 2 of 2 കാണണമെങ്കിൽ എന്താണ്, എം ഈക്വൽ ടു 3ഉം വേണം, K ഈക്വൽ ടു 2 വേണം. സോ പുട്ട് എം ഈക്വൽ ടു 3 ആൻഡ് K ഈക്വൽ ടു 4. സോ വി ഗെറ്റ് ആൽഫ 2 of 2. ഈ ഒരു വാല്യൂലോട്ട് നമ്മുടെ എം മൈനസ് 1 ആയതുകൊണ്ട് നമുക്ക് എം ഈക്വൽ ടു 4 എന്ന് കൊടുത്താൽ ആൽഫ 3 കിട്ടും, എം ഈക്വൽ ടു 3 കൊടുത്താൽ ആൽഫ 2 ആണ് കിട്ടുക. സോ എം ഈക്വൽ ടു ഞാൻ 3 കൊടുത്ത് ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ആൽഫ 3 of 2 ഒക്കെ നമുക്ക് കാണേണ്ടി വരും. സോ ഓൾറെഡി നമ്മൾ അത് കണ്ടതിന് ശേഷം എം ഈക്വൽ ടു ഞാൻ 3 കൊടുത്തു. സോ വി ഗെറ്റ് ആൽഫ 3 minus 1, that is alpha 2 of 2 is equal to alpha 3 of 2 minus alpha 3 of 3 into alpha 3 of 1 by 1 minus alpha 3 of 3 the whole square. Okay, അങ്ങനെ കിട്ടുന്നത്. നെക്സ്റ്റ് okay, alpha 3 of 3 the whole square. Then alpha 3 of 2 നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ്. okay, previously alpha 3 of 3 is 1.66. so നമ്മൾ 1.66 minus alpha 3 of 3 0.68. alpha 3 of 1 നമ്മൾ കണ്ടു, that is 1.529 all divided by 1 minus 0.68 the whole square. okay, ഇത് സബ്സ്ട്രാക്ട് ചെയ്തിട്ട് okay, multiply ചെയ്ത് സബ്സ്ട്രാക്ട് ചെയ്ത് ഡിവൈഡ് ചെയ്തതിന് ശേഷം we get the value alpha 2 of 2 is equal to 1.153, that is K2. right, so the value of K2 also fine. okay, നമ്മൾ K2 കണ്ടു. ഇനി നമുക്ക് K1ന്റെ വാല്യൂ കാണേണ്ടത്. സോ വി നോ ദാറ്റ് K1 is equal to alpha 1 of 1. സോ ആൽഫ 1 of 1 കിട്ടണമെങ്കിൽ എമ്മിന്റെ വാല്യൂ, സോ ആൽഫ 1 of 1 is equal to alpha 2 minus 1 of 1. സോ ഹിയർ എം ഈക്വൽ ടു 2 ആൻഡ് K ഈക്വൽ ടു 1. ആൽഫ 1 of 1 കിട്ടണമെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് എം ഈക്വൽ ടു 2 എന്ന് കൊടുക്കണം ആൻഡ് ആൾസോ K ഈക്വൽ ടു 1. സോ ആ ഒരു ഇക്വേഷനിലോട്ട് കൊടുക്കുമ്പോൾ വി ഗെറ്റ് ആൽഫ 1 of 1 is equal to alpha 2 of 1 minus alpha 2 of 2 into alpha 2 of 1 by 1 minus alpha 2 of 2 the whole square. ജനറൽ ഇക്വേഷൻ കൊടുക്കുമ്പോൾ ആൻഡ് ആൾസോ ആൽഫ 2 of 1 നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. സോ ആൽഫ 2 of 1 നമുക്ക് കിട്ടണമെങ്കിൽ എം ഈക്വൽ ടു 3ഉം K ഈക്വൽ ടു 1 കൊടുക്കണം, കാരണം ആൽഫ 3 minus 1 ആണ് ആൽഫ 2 of 1. സോ ഹിയർ എം ഈക്വൽ ടു 3 ആൻഡ് K ഈക്വൽ ടു 1 കൊടുക്കുക ആ സെയിം ഇക്വേഷനിലോട്ട്. സോ വി ഗെറ്റ് ആൽഫ 2 of 1ന്റെ വാല്യൂ കിട്ടും. സോ ആൽഫ 2 of 1 is equal to 0.727 എന്ന് കിട്ടി. റൈറ്റ്, ഇനി ഈ ആൽഫ 2 of 1ലോട്ട് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി ഗെറ്റ് ആൽഫ 1 of 1 is equal to 0.727 minus ആൽഫ 2 of 2 നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു 1.153 into ആൽഫ 2 of 1 ഓക്കെ നമ്മൾ കണ്ടുപിടിച്ചു 0.727 by 1 minus 1.153 all square. ഓക്കെ, ഇത്
സോൾവ് ചെയ്യുമ്പോൾ വി ഗെറ്റ് ആൽഫ 1 is equal to 0.33. ഓക്കെ, സോ നമുക്ക് എല്ലാ വാല്യൂസും കിട്ടി. അതായത് ആൽഫ 4 അതായത് K4 നമുക്ക് ഓൾറെഡി ഇക്വേഷൻ തന്നിട്ടുണ്ട്. ആ K4 യൂസ് ചെയ്തിട്ടാണ് നമുക്ക് K3 കാണുന്നത്, K3 യൂസ് ചെയ്തിട്ടാണ് K2 കാണുന്നത്, K2 യൂസ് ചെയ്തിട്ടാണ് K1 കാണുന്നത്. ഓക്കെ, സോ ഫൈനലി വി ഗെറ്റ് K1 is equal to 0.33, K2 is equal to 1.153, K3 equal to 0.68 and K4 is equal to 2.3. റൈറ്റ്, ഇനി നമുക്ക് ലാറ്റിസ് സ്ട്രക്ചർ വരക്കണം. ലാറ്റിസ് സ്ട്രക്ചർ എല്ലാത്തിനും കോമൺ ആണ്. m equal to 4 ആയതുകൊണ്ട് 4 സ്റ്റേജസ് ഉണ്ടാവും. സോ എക്സ് ഓഫ് എൻ വന്നു, സ്പ്ലിറ്റ് ചെയ്തു, F0 G0 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. G0യിലാണ് ഡിലേ കൊടുക്കുന്നത്. സോ വി ഗെറ്റ് G0 of n - 1. ഈ ഡിലേയും ഇവിടുന്ന് വരുന്നതാണ് K1 ചെയ്യുന്നത്, ആഡ് ചെയ്യുന്നത്. സോ ഇവിടെ രണ്ട് അഡീഷൻ കൊടുക്കുന്നു. ഇവിടുന്ന് F0 ഡയറക്റ്റ് K1. ഓക്കെ, സോ K1ന്റെ വാല്യൂ 0.33 ആയതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ എഴുതാം. ദെൻ നെക്സ്റ്റ് വി ഗെറ്റ് F1 of n ആൻഡ് G1 of n. G1 of n വീണ്ടും ഒരു ഡിലേ കൊടുത്ത് വി ഗെറ്റ് G1 of n - 1. ഈ ഡിലേ എലമെന്റ് ആണ് ഇങ്ങോട്ട് ആഡ് ചെയ്യുന്നത്. സോ വി ഗെറ്റ് 1.152 ആണ് K2. സോ K2 വാല്യൂ കൊടുത്തു. ദെൻ നെക്സ്റ്റ് K3ന്റെ വാല്യൂ കൊടുക്കും 0.68 ആണ്. ദെൻ വി ഗെറ്റ് K4ന്റെ വാല്യൂ കൊടുക്കും 2.3 ആണ്. റൈറ്റ്, ദെൻ ഫൈനലി വി ഗെറ്റ് F4 that is equal to y of n and we get G4. Right, so this is the lattice structure. Just ആ Kന്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, സോ m equal to 4 ആയതുകൊണ്ട് 4 സ്റ്റേജസ് ഉണ്ടാവും. 4 K വാല്യൂസ് ഉണ്ടാവും, 1 2 3 4. So m equal to 3 ആണെങ്കിൽ 3 values ഉണ്ടാവുള്ളൂ. Okay, so that's all about this section and also today's class. Thank you. Have a nice day.